റൊണാൾഡോ എന്ന ഫുട്ബോൾ പ്ലെയർ കാലുപൊട്ടിയപ്പോ ഇൻഷൂർ ചെയ്യാൻ വേണ്ടി ക്ലെയിം ചെയ്തത് ലോകത്ത് ഏറ്റവും ശക്തിയുള്ള ജീവി ഏതെന്ന് ചോദിച്ചാൽ 7 പ്രത്യേകതകളുള്ള ജീവിയാണ് വേഴാമ്പൽ. ഒരു നോർമൽ ഹ്യൂമൻ ബോഡിയുടെ വാല്യൂ, ഹ്യൂമൻ ബ്രെയിൻ അതിന്റെ കപ്പാസിറ്റി എത്രയാ? 2.5 പെറ്റാബൈറ്റ്. ലോകത്ത് ഏറ്റവും ശക്തിയുള്ള ജീവി ഏതെന്ന് ചോദിച്ചാൽ പലരും പലതും പറയാറുണ്ട്. ഒരു പൂച്ചയുടെ കഥ പറയാറുണ്ട്. ഏറ്റവും ശക്തിയുള്ള ജീവിയെ അന്വേഷിച്ചപ്പോ ഒരു നായയുടെ ശൗര്യം കണ്ട് നായയുടെ പുറകെ പൂച്ച കൂടി. നായയെ ഒരു പുലി മരട്ടിയപ്പോൾ പുലിക്കാണ് ശക്തി എന്ന് കരുതി പുലിയുടെ പിന്നാലെ കൂടി. പുലിയെ ഒരു ആന ഭീഷണിപ്പെടുത്തിയപ്പോൾ ആനയാണ് ശക്തിയുള്ളത് എന്ന് ചിന്തിച്ചു. ആന ഒരു സിംഹത്തിന്റെ അടിയേറ്റപ്പോ സിംഹമാണ് ഏറ്റവും ശക്തിയുള്ളത് എന്ന തിരിച്ചറിവ് പൂച്ചക്ക് വന്നു. സിംഹത്തെ ഒരു സർക്കസ് കൂടാരത്തിലെ പരിശീലകൻ അടിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിയപ്പോ അയാളെ പിന്നാലെ പൂച്ച കൂടി. അയാൾ വീട്ടിലേക്ക് എത്തിയപ്പോ അയാളെ ഭാര്യ അയാളെ മിരട്ടിയപ്പോൾ പൂച്ച ഭാര്യയുടെ കൂടെ കൂടി. അതുകൊണ്ടാണ് പൂച്ച അടുക്കളയുടെ ഭാഗത്ത് കാണാറുള്ളത്. വക്കീല. എന്നാൽ ഏറ്റവും ശക്തിയുള്ള ജീവി ഉറുമ്പാണ്. കാരണം സ്വന്തം ശരീരത്തിന്റെ 50 ഇരട്ടി ചുമക്കാൻ, 200 ഇരട്ടി വലിക്കാൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും കഴിവുള്ള ജീവി ഉറുമ്പ് മാത്രമാണ്. ഒരു ബെൻസ് കാർ നമ്മൾ തലയിൽ വെച്ച ഒരു 60 സ്പീഡിലൂടെ നടക്കാൻ നമുക്ക് കഴിയും? ഓടാൻ കഴിയും? ഇല്ല. എന്നാൽ ഉറുമ്പിന്റെ ആനുപാതിക വെയിറ്റ് താങ്ങിക്കൊണ്ട് ഓടാൻ കഴിയും. ചില വിഡ്ഢിത്തങ്ങൾ ഉറുമ്പിന്റെ അടുക്കൽ സംഭവിക്കാറുണ്ട്. കൂറ പോലെയുള്ള പാറ്റ പോലെയുള്ളതിനെ വലിച്ചുകൊണ്ടുപോകുമ്പോൾ ആ പാറ്റന്റെ മേലെ കയറിയിരുന്ന് വലിക്കും. അത് നീങ്ങോ? അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. ആ ഉറുമ്പ് والنمل تزعم نفسي طولها بيدي من ذروع 4 تبغي بها فخرا. മനുഷ്യ, നീ നിന്റെ കയ്യിന് 4 മുഴമാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൻ അളന്നാലും 4 മുഴമുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ മുമ്പിൽ അഹങ്കരിക്കണ്ട എന്ന് പറയുന്ന ഉറുമ്പ്. ആ ഉറുമ്പിന് 2 ആമാശയമാണുള്ളത്, 2 വയറാണുള്ളത്. ഒരു വയറ് സ്വന്തത്തിന് വേണ്ടിയാണ്. ഒരു വയറിലേക്കുള്ള ഭക്ഷണം ശേഖരിക്കാൻ കഴിയാത്ത കുട്ടി ഉറുമ്പുകൾ, പ്രായമായി ഇര തേടാൻ കഴിയാത്ത പ്രായമായ ഉറുമ്പുകൾ, അതുപോലെ പ്രസവിച്ച് ക്ഷീണിച്ച് കിടക്കുന്ന ഇണകൾ, അവർക്ക് വേണ്ടി ഭക്ഷണം സമാഹരിക്കാനാണ് ഉറുമ്പ് രണ്ടാമതൊരു അറ ഉണ്ടാക്കുന്നത്. അമേരിക്കൻ മുഹന്ദിസായ എഞ്ചിനീയറായ ലോക പണ്ഡിതന്മാരിൽ അറിയപ്പെട്ട ഒരാളാണ് അബ്ദുൽ ഖദായിമുൽ കഹീൽ എന്ന് പറയുന്ന വ്യക്തി. ആ അബ്ദുദ്ദായിമുൽ കഹീൽ അദ്ദേഹത്തിന് ഉറുമ്പിനെ കുറിച്ചൊരു കിതാബുണ്ട്. ആ കിതാബ് ഏകദേശം 1100 പേജാണ്. ഉറുമ്പുകളുടെ കൂട്ടത്തിൽ എഞ്ചിനീയർമാരുണ്ട്, ഉറുമ്പുകളുടെ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ട്, ഉറുമ്പുകളുടെ കൂട്ടത്തിൽ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരുടെ 40 പ്രവർത്തന മേഖലകൾ അബ്ദുദ്ദായിമുൽ കഹീൽ പരിചയപ്പെടുത്തുമ്പോൾ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അവര് കുടുംബ ബന്ധം കൃത്യമായി പാലിക്കുന്നവരാണ്. അവര് പരസ്പരം സ്നേഹമുള്ളവരാണ്. അവരുടെ ആ സൊസൈറ്റി തന്നെ വലിയ മാതൃകയുള്ളതാണ്. ഉറുമ്പ് ഇങ്ങനെ വരിക്കിങ്ങനെ പോകുമ്പോ കണ്ടില്ല നിങ്ങള്, വേറെ ഉറുമ്പുകൾ ഇങ്ങനെ ഇങ്ങോട്ടും വരും. ആ പോകുന്ന സമയത്തൊക്കെ അവരൊന്ന് എന്തൊക്കെ വിശേഷം, പ്രാർത്ഥനല്ലേ, ഹൗ ആർ യു, ഐ ആം ഫൈൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങനെ ഒന്ന് കൈ കൊടുത്ത് ഒന്ന് ആലിംഗനം ചെയ്തിട്ടാണ് ഉറുമ്പുകൾ പോവാറുള്ളത്. അതൊരു മാതൃകയാണ് ജീവികളിൽ. കേരളത്തിൻ്റെ ഒരു ദേശീയ പക്ഷിയാണ്
വേഴാമ്പൽ. എന്താ വേഴാമ്പലിനെ തെരഞ്ഞെടുക്കാത്ത? എത്രങ്ങാനും കാക്കകളുണ്ട് ഇവിടെ. കാക്കകളൊന്നും ദേശീയ പക്ഷിയാക്കണില്ലല്ലോ. കാക്കകൾ ധർണ നടത്തലുണ്ട്, കാക്കാക്ക ഞങ്ങളാക്കിയില്ല എന്ന് പറഞ്ഞിട്ട്. എന്താ വേഴാമ്പലിന്റെ പ്രത്യേകത? 7 പ്രത്യേകതകളുള്ള ജീവിയാണ് വേഴാമ്പൽ. ആ വേഴാമ്പലിന്റെ ഒരു പ്രത്യേകത എന്താ? ഭാര്യ മുട്ടയിടാനായാൽ ഭാര്യയെ ഒരു മരത്തിന്റെ പൊത്തിലാക്കി ഭർത്താവ് ആ പൊത്തടച്ച് കൊക്ക് മാത്രം പുറത്തേക്കാക്കിക്കും. ആ മുട്ടയിട്ട് വിരിയുന്നത് വരെ ഈ ഭർത്താവായ ഈ വേഴാമ്പൽ അതിൻ്റെ വായിൽ കൊണ്ടുപോയി ഭക്ഷണം വെച്ചു കൊടുക്കും. അങ്ങനെ ആ കുഞ്ഞുങ്ങളും ഏകദേശം പറക്കാനായാൽ മാത്രമാണ് ഭർത്താവ് ആ ദ്വാരം തുറന്നു കൊടുക്കുന്നത്. അതുവരെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്ന ജീവിയാണ് വേഴാമ്പൽ. ഭർത്താവ് ഗൾഫിലാണെങ്കിലും ഭാര്യ പ്രസവാവധി എടുത്തിട്ട് പല മേഖലയിലും പല ജോലിയും ചെയ്യാറുണ്ട്. സ്വന്തം ഏൺ ചെയ്യണം എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ വേഴാമ്പൽ അങ്ങനെയാണ്. ജീവിതത്തിൽ ഒരു ഇണയെ മാത്രമേ വേഴാമ്പൽ സ്വീകരിക്കാറുള്ളൂ. അങ്ങനെ ഓരോ ജീവികൾക്കും പ്രത്യേകതകളുണ്ട്. കുടുംബ മേഖലകളിൽ പ്രത്യേകം ചില നിരീക്ഷണങ്ങളും പരിചയങ്ങളും ഉള്ളതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾപ്പെട്ട ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ജീവജാലങ്ങൾ. എന്നാൽ മനുഷ്യർ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ വിപുലമാണ്. കാരണം എന്താ? അല്ലാഹു തആല ഏറ്റവും മൂല്യം നൽകിയവരാണ് മനുഷ്യർ. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനാവുക എന്നത് തന്നെ വലിയ ആദരവാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഓരോ ഭാഗങ്ങൾക്കും പ്രത്യേകതയുണ്ട്. UN ഇൻഷൂർ ആക്ട് അനുസരിച്ച് ഒരു നോർമൽ ഹ്യൂമൻ ബോഡിയുടെ വാല്യൂ $250 കോടി. ശരിയ ആക്ട് പ്രകാരമാണെങ്കിലോ അത് ഏകദേശം $450 കോടി അപ്പുറം വരും. അത്ര വാല്യൂ ഉണ്ട്. റൊണാൾഡോ എന്ന ഫുട്ബോൾ പ്ലെയർ കാലുപൊട്ടിയപ്പോ ഇൻഷൂർ ചെയ്യാൻ വേണ്ടി ക്ലെയിം ചെയ്തത് $1200 കോടി. 628 കോടിയാണ് പാസ്സാക്കി കൊടുത്തത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ നെല്ലിമൊന്ന് വീണു. നെല്ലിക്കമരം ഉണ്ടല്ലോ, നെല്ലിമൊന്ന് താഴെ വീണു, എൻ്റെ കൈ പൊട്ടി. എനിക്ക് 5 പൈസ ഒരു ഗവൺമെന്റും തന്നിട്ടില്ല. അത് അവരുടെ സ്റ്റാൻഡ്, അവരുടെ അവസ്ഥ, ആ ഒരു സ്റ്റാറ്റസ് അതിനനുസരിച്ചുള്ളതാണ്. ഏതായിരുന്നാലും എന്താ കാരണം? മനുഷ്യന്റെ ഓരോ ഭാഗവും മറ്റു ജീവികളെ പോലെയല്ല. പോത്തിന്റെ തലച്ചോറും മനുഷ്യന്റെ തലച്ചോറും ഒരുപോലെയല്ല. ഒരു പുരുഷന് 1336 ഗ്രാം തലച്ചോറുണ്ട് സാധാരണ മനുഷ്യന്. ഒരു പെണ്ണിന് 1198 ഗ്രാമാണുള്ളത്. 100 ചില്ലാനം ഗ്രാം തലച്ചോറ് കുറവാണ്. പെണ്ണുങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. ഒരു വാരിയല് പെണ്ണിനെ അപേക്ഷിച്ച് ആണിനും കുറവുണ്ട്. പക്ഷേ പെണ്ണിന് കുറവുള്ളത് തലച്ചോറാണ്. അത് പ്രത്യേകം കണ്ടറിയേണ്ടതുണ്ട്. ഇവിടെ വന്ന പെണ്ണുങ്ങളെ ഡിമ്മാക്കിയതല്ല. അത് പെണ്ണുങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളുടെ പ്രവർത്തന മേഖലയിലെ സ്മൂത്ത്നെസ്സിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാണ്. കാരണം ആ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് അവർക്ക് സ്നേഹം കൂടുതലുള്ളത്, അവർക്ക് പരിചരണ വൈഭവം കൂടുതലുള്ളത്. ഡോക്ടർമാരുടെ ഹിദമത്തിന് സ്ത്രീകളാണ് ഉണ്ടാവാറുള്ളത്. കാരണം അവർ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ അങ്ങനെ അറിയാതെ അങ്ങ് വെക്കും. ആണിനെ ഏൽപ്പിച്ചാൽ ചാക്ക് തുന്നുന്നത് പോലെ വല്ലാത്തൊരു അവസ്ഥയായി മാറും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരുടെ പ്രവർത്തനം സുഗമമാവാൻ ചില സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അത് കുടുംബജീവിതത്തിൽ നാം പ്രത്യേകം അറിയേണ്ടതുണ്ട്. 8600 കോടി
അൽ ഖബായ അൽ അസബിയ എന്ന് വെച്ചാൽ ന്യൂറോൺസ്. പുരുഷനുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് 882,32,34,114 ന്യൂറോൺസിന്റെ കുറവ് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. എന്തിന്? കുടുംബത്തിൽ കൃത്യമായി കേന്ദ്രീകരിച്ച് ആ ഒരു ഖുവ്വത്തു തർക്കീസ്, ആ ഫോക്കസ് പവർ അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാണ്. ഒരു പുരുഷന്റെ തലച്ചോർ, ഒരു പുരുഷൻ എന്നല്ല, ഒരു മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിൻ, അതിന്റെ കപ്പാസിറ്റി എത്രയാ? 2.5 പെറ്റാബൈറ്റ്. 1024 ബൈറ്റ് ഒരു KB, 1024 KB ഒരു MB, 1024 MB ഒരു GB, 1024 GB ഒരു TB, 1024 TB ഒരു PB അഥവാ പെറ്റാബൈറ്റ്. വിശുദ്ധ ഖുർആൻ 3,40,740 ബൈറ്റ് ആണ്. ഖുർആൻ എത്ര അക്ഷര? ഒരക്ഷരത്തിന് ഒരു ബൈറ്റാ കണക്കാക്കുന്നത്. 3,40,740 ആണ്. തഫ്സീറുൽ ജലാലൈനിൽ 3,40,741 ആണ്. ഒരാൾ ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനോട് തഫ്സീറുൽ ജലാലൈനി വുളു ഇല്ലാതെ തൊടാൻ പറ്റുമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അടുത്ത ആഴ്ച വരാൻ വേണ്ടി പറഞ്ഞു. എന്തിന്? ഇത് വുളു ഇല്ലാതെ തൊടാൻ പറ്റുമല്ലേ എന്ന് അറിയണമെങ്കിൽ എണ്ണി നോക്കണല്ലോ. ബഹുമാനപ്പെട്ടവർ ആ തഫ്സീറാണ് എണ്ണി നോക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ നമ്മളോട് കുല്ലാബിദ് റബ്ബിൽ ഫലക്കിൽ എത്ര അക്ഷരം ഉണ്ട് എന്ന് വെച്ചാല് വാണെങ്കിൽ എണ്ണിക്കു അറിയും അല്ലേ? ഇത് തഫ്സീറുൽ ജലാലൈനി എണ്ണിയപ്പോ 3,40,741. ഖുർആനിനേക്കാൾ ഒരക്ഷരം അധികമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ 806,70,86,545 മുസ്ഹഫ് കൊള്ളാനുള്ള പവർ നോർമൽ ഒരു ബ്രെയിനിന് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ആ നിലക്ക് കൊള്ളുന്ന ഹാർഡ് ഡിസ്ക് ഒരാൾ വാങ്ങുകയാണെങ്കിൽ അതിന് മാത്രം ഏകദേശം 3.5 കോടി രൂപ വരും. 806,86,545 മുസഹഫ് നമ്മളെ തലന്റെ ഉള്ളിൽ കൊള്ളും. മുസഹഫ് കൊള്ളും എന്നല്ല, ആ അക്ഷരങ്ങൾ ഉദാവാനുള്ള പവർ നമ്മുടെ ഇതിലുണ്ട്. അത്ര വലിയ തലച്ചോറാണ്, അത്ര കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത്. ആ നിലക്ക് ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീൽഡിനും പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ചിന്താശേഷിയും ഈ സൗകര്യങ്ങളും ഈ വ്യത്യസ്തതകളും ഈ വ്യതിരക്തതകളും എല്ലാം രാജാതിരാജനായ റബ്ബ് നമുക്ക് വളരെ സുന്ദരമായി നൽകി. ഈ നൽകപ്പെട്ട ആളുകൾക്ക് ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു നൽകി. ഒരുപാട് അനുഗ്രഹം യജമാനനായ റബ്ബ് വഇൻ തഉദ്ദു നിഅമതല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുകയില്ല, അത്രയും നൽകി.